വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഔട്ട് വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസും ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അന്നിതാ രാവിലെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് ഒരു 4-7 കറക്റ്റ് ആ ഒരു സമയത്താണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മോർണിംഗ് റൂട്ടീൻസും ഫ്രഷ് ആവലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു. പിന്നെ വേഗം പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എവിടേക്കാണ് പോകണതെന്ന് വെച്ചാൽ കോഴിക്കോടാണ് കേട്ടോ പോണത്. അവിടെ മെഡിക്കൽ കോളേജിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അമ്ലുവിനെ കാണിക്കാനാണ് കേട്ടോ. ഓൻ്റെ പല്ലിനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിന് ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പോയാലേ നമ്മൾ അവിടെ എത്തുള്ളൂ. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നേരത്തെ എത്തും വേണമല്ലോ. നേരത്തെ അവിടെ എത്തിയാലല്ലേ നമുക്ക് നേരത്തെ കാണിച്ചിട്ട് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഫസ്റ്റ് ബസ്സിന് തന്നെ പോകാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. 5:30 കേട്ടോ ഫസ്റ്റ് ബസ് ഇവിടുന്ന് കാലിക്കറ്റ്, മഞ്ചേരിയിൽ നിന്ന് കാലിക്കറ്റിക്കുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം നല്ല രാവിലെയല്ലേ, പിന്നെ ഈ നേരത്തൊന്നും അങ്ങനെ വല്ലാതെ കഴിക്കാനും വേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഉമ്മ പഴം പിങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പീസും ഞാൻ കുറച്ച് ചായയും കുടിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഏകദേശം ഒരു 5:15 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ സ്റ്റാൻഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ മെയിൻ റോഡിൽ നിന്നാൽ തന്നെ അവിടുന്ന് ബസ് കിട്ടും. സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുന്ന സ്റ്റോപ്പ് നമ്മൾ ആ മെയിൻ റോഡിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടുന്ന് കയറിയാൽ തന്നെ സീറ്റും കിട്ടും. അങ്ങനെ ടൗണ്, അതായത് മെയിൻ റോഡ് വരെ ഇപ്പം ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൻ്റെ വണ്ടിമ്മൽ നമ്മളെല്ലാവരും ഒറ്റയടിക്ക് കൊള്ളാത്തതുകൊണ്ട് തന്നെ ഞാനും അമലും ഫസ്റ്റ് പോയി. പിന്നെ ഉമ്മാനെയും കൊണ്ടുവരാം കേട്ടോ ചെയ്തത്. ഞങ്ങൾ 3 ആളുമാണ് പോയിട്ടുണ്ടായിരുന്നത്, ഞാനും അമലും പിന്നെ ഉമ്മയും. അങ്ങനെ അവിടെ എത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബസ്സിൽ കയറി. പിന്നെ അങ്ങനെ ബസ്സൊന്നും അധികം ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ എത്ര നേരം വേണമെങ്കിലും ഫോൺ ഇങ്ങനെ ബസ്സിൽ നിന്ന് പിടിച്ച് പുറത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. എനിക്കിഷ്ടമാണ് അതൊക്കെ കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കുന്നുള്ളതുകൊണ്ട്, എനിക്കൊന്നും പറയാൻ കിട്ടില്ല എന്നുള്ളതുകൊണ്ടും കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതപ്പം നമ്മൾ രാമനാട്ടുകാർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ എത്തുമ്പോഴും പിന്നെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അവിടെ 2 സ്ഥലം എത്തുമ്പോഴും ഞാൻ എന്തായാലും ഈ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഫോൺ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കും. ഇതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ള സ്പോട്ട്. ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലപ്പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു പുഴൻ്റെ അവിടെ എത്തുമ്പോൾ, ഈ ഒരു പാലത്തുമ്പോൾ എത്തുമ്പോൾ മറക്കാതെ ഞാൻ വീഡിയോ എടുക്കലുണ്ട്. പണ്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കോഴിക്കോട് പോകുമ്പോഴൊക്കെ ഇവിടെ എത്തിയ എല്ലാവരും ക്യാമറ ഓണാക്കി സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് ടൗണിൽ ഇറങ്ങിയതിന് ശേഷം തന്നെ അപ്പം തന്നെ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബസ്സിൽ നിന്ന് ഇറങ്ങലും മറ്റേ ബസ്സിൽ കയറലും ഒപ്പായതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് ഇറങ്ങിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് തന്നെ ഇത് എവിടെയാണ് എന്താണെന്നുള്ളതിനെ പറ്റുന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചങ്ങനെ പോവുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ പല്ലിന് കാണിക്കാനാണെന്നുള്ളത്. അപ്പം ഈ മെഡിക്കൽ കോളേജിൻ്റെ താഴെയായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ദന്തൽ ഹോസ്പിറ്റൽ ഉണ്ട്, ഇതിൻ്റെ അണ്ടറിലുള്ളത് തന്നെ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. നമ്മൾ ആദ്യം ഓനെ മഞ്ചേരി കാണിച്ചപ്പം ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞതാണ് കേട്ടോ അവിടുന്ന്. കാരണം ഇവിടെ ആകുമ്പോൾ എല്ലാ സെക്ഷനിലുള്ള ഡോക്ടേഴ്സും ഉണ്ട്, പിന്നെ കുട്ടികളെ മാത്രം നോക്കാനും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഓന് അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. ഈ ചെറിയ കുട്ടികളെ പല്ല് ചിലപ്പോൾ മുന്നിൽ ഇങ്ങനെ പൊടിഞ്ഞു പോരുകയൊക്കെ ചെയ്യൂലേ, അങ്ങനത്തെ കുറച്ചുള്ളൂ. അപ്പം ഓന് ഭയങ്കര വേദന ഉള്ളതുകൊണ്ട് നമ്മൾ വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി കുറച്ച് നേരം ക്യൂ നിന്ന് ഷീട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാനും ഉമ്മയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളും ഓരോ ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും ഉണ്ട് കേട്ടോ പല്ലിന് കുറച്ച് പ്രശ്നമൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം എടുക്കല്ലോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ അടുത്തുള്ള ക്യാൻറ്റീനിൽ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി, 8:15 ആയിട്ടുണ്ടാവും. ഇത് ഈ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു ക്യാൻറ്റീനാണ് കേട്ടോ. ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ തന്നെയാണ്, പക്ഷേ നല്ല സൂപ്പർ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു ക്യാൻറ്റീനാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വൃത്തിയുള്ളൊരു ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇമ്മയും ഇഡ്ഡലി തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ചേച്ചിയാണ് കേട്ടോ ഇത് കൊണ്ടുവന്ന് തരുന്നതും കുക്ക് ചെയ്യണതൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചട്നീൻ്റെയും സാമ്പാറിൻ്റെയും ഒന്നും ആ ഒരു കൺസിസ്റ്റൻസി അല്ല എന്നുള്ളൂ. കുറച്ചൊരു ലൂസായിട്ടാണ് ഉണ്ടായത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഇഡ്ഡലിയൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു സമൂസയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് സ്നാക്കാണ് ഈ സമൂസ. ആ സമയത്തൊക്കെ നല്ല മഴ പെയ്യുണ്ടായിരുന്നു. പുറത്ത് അത്യാവശ്യം നല്ല മഴ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ വേഗം ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയതിന് ശേഷം പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ആവണേ ഉള്ളൂ കേട്ടോ ക്യൂ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഈ പല്ല് ഡോക്ടറെ കാണിക്കാൻ പോകുക എന്നുള്ളത്. അതിൻ്റെ കാരണം ഞാൻ 8ാം ക്ലാസ്സിലേറ്റ് പഠിക്കുമ്പോൾ 8ലോ 7ലോ പഠിക്കുമ്പം എനിക്ക് പല്ല് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂട്ട് കനാൽ ചെയ്തവർക്ക് അറിയുണ്ടാവും എത്ര പെയിൻഫുൾ ആണെന്നുള്ളത്. ചില സ്ഥലത്ത് പോയാൽ നമുക്ക് അത്ര അങ്ങോട്ട് വേദന അറിയില്ല. കാരണം ഒരു ഈ ഇഞ്ചക്ഷൻ വെച്ച് മയക്കിയിട്ടും അങ്ങനെ എന്തൊക്കെ കാട്ടിയിട്ടാണ്. പക്ഷെ ഇനിയും ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അന്ന് 2 ദിവസമായിട്ടാണല്ലോ ഇത് ചെയ്യുക. ഫസ്റ്റ് അത് ക്ലീൻ ചെയ്ത് റൂട്ടൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം പോയിട്ടാണല്ലോ അത് അടക്കലുള്ളത്, പല്ലടക്കലുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് ദിവസം പോയെന്ന് തന്നെ ഇത്രയും വേദന സഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ പോയില്ല കേട്ടോ. പിന്നെ പോകാൻ എനിക്ക് ധൈര്യമില്ലേനു. അപ്പോൾ കുറേ വിളിച്ചിട്ടും ഞാൻ പോയില്ല അന്ന്. അങ്ങനെ പോവാതെ ഈ റൂട്ട് കനാൽ പകുതി ഉണ്ട് ചെയ്തിട്ടുള്ളായിരുന്നു. അതായത് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം പോയാൽ വലിയ വേദന ഒന്നും ഇല്ലേനു. പക്ഷെ അന്ന് എനിക്കത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇല്ലേനു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഇത്രയും വർഷമായിട്ടും ഒരു ദന്തൽ ഹോസ്പിറ്റലിലും പോയിട്ടില്ല. പല്ലിന് എത്ര വേദന വന്നാലും ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സഹിക്കും. പക്ഷെ ഇപ്പോൾ കുറേ ആയതുകൊണ്ട് തന്നെ ആ പല്ല് ഇങ്ങനെ ഭയങ്കര കേടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്നെ കാണിക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇമ്മയും പിന്നെ കാക്കുമൊക്കെ അങ്ങനെ കുറേ പറഞ്ഞ് ഈ കാണിച്ചു നോക്ക്, എന്തായാലും അവരെ വന്നതല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കുന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ എനിക്കും കൂടെ ഒരു ഷീറ്റ് എടുത്തതായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കാണിക്കണോണ്ട് തന്നെ ഫസ്റ്റ് ഈ താഴെ കാണിച്ചിട്ട് പിന്നെ അവിടുന്ന് ഏത് സെക്ഷനിലേക്കാണ് നെക്സ്റ്റ് പോകേണ്ടത് എന്നുള്ളത് എഴുതി തരും. പിന്നെ ആ ഡോക്ടറെ പോയിട്ട് വേണം കാണിക്കാൻ. അപ്പോൾ എനിക്കങ്ങനെ മോളിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി ക്യൂ നിൽക്കുകയാണ്. പിന്നെ അമ്ലൂനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പല്ല് പറിക്കണം എന്നാണ് പറഞ്ഞത് മുന്നിൽ. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ. ആ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അതിനും വേണ്ടിയിട്ടും കൂടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ മുകളിലെത്തി ഈ ഒരു ഹാളിലുള്ള ഈ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ ഒരു ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ച് നിൽക്കാമെന്നുള്ളൂ. അങ്ങനെ എന്നെ കാണിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് കേട്ടോ. കാരണം എക്സ്റേ എടുത്ത് നോക്കണം. എക്സ്റേ എടുത്തിട്ട് പറിക്കാൻ പറ്റുമോ ഇല്ലേ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഈ ഒരു 2024 ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ എടുത്തിട്ടുള്ള ഫസ്റ്റത്തെ കാര്യമാണ് കേട്ടോ. ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം പേടിച്ചിട്ട് ചെയ്യാതെന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്, പല്ല് ഡോക്ടറെ കാണിക്കാൻ പോകണം എന്നുള്ളതാണ്. കാരണം കുറേ ആയി തുടങ്ങിയിട്ട് വേദന. പക്ഷേ ഞാൻ പേടിച്ചിട്ടാണ് ഇത്രയും കാലം പോകാൻ. പക്ഷേ അങ്ങനെ പേടിച്ച് നിന്നിട്ടും കാര്യമില്ലല്ലോ. കാരണം കൂടുതൽ ഇത് പ്രശ്നമാവില്ലേ ചെയ്യാം. അപ്പോൾ ഈ ഒരു വർഷം ഞാൻ എന്തായാലും എന്ത് വന്നാലും വേണ്ടില്ല പോയി ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് അത് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, ഇങ്ങനെ പേടിയായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇതാണുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തത് അമ്ലുവിൻ്റെ പല്ല് പറിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടോക്കൺ ആവാൻ വേണ്ടി കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓള് ഇവിടെ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടി ക്ലാസ് കയറുന്നതിൻ്റെ മുന്നേ ഒന്ന് വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവൻ്റെ പല്ലൊക്കെ പറിച്ച് പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് ബസ് കയറി കോഴിക്കോട് ടൗണിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. സമയം 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോത്തിന്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെയുള്ള ഫോക്കസ് മാൾ ഉണ്ടല്ലോ അവിടേക്കാണ് ഫസ്റ്റ് തന്നെ പോയിട്ടുള്ളത്. കാരണം ഒന്ന് ഫ്രഷായി നിസ്കരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി പിന്നെ അവിടെ തന്നെയുള്ള പ്രെയർ റൂമിൽ പോയി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ അമലൂന് ഇങ്ങനെ ഇതാ അവിടെ ഉള്ള ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അങ്ങനെ ഓനക്ക് ജസ്റ്റ് ആ മോളൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ പോകുന്നതിൻ്റെ മുന്നേ താഴെ വന്നിട്ട് ഈ കോണും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും ഇമ്മയും ഈ നോർമൽ വാനില ഫ്ലേവറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഓനക്ക് പിന്നെ ഭയങ്കര സ്ട്രോബെറി ഫാൻ ആയതുകൊണ്ട് തന്നെ സ്ട്രോബെറീൻ്റെ അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്.
അതൊക്കെ ഞാൻ വേഗം തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓന് കുറേയൊക്കെ കഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തന്നപ്പോൾ അതും കൂടി ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അടുത്തനായിട്ട് ഹോട്ടൽ ശരവണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് കേട്ടോ കഴിക്കണത്. ഇനി തിരിച്ച് വീട്ടിലേക്കും ബസ്സിൽ തന്നെയാണല്ലോ പോകാനുള്ളത്. അത്യാവശ്യം കുറേ പോകാനുള്ളതുകൊണ്ടും ഈ നോൺ വെജ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബിരിയാണിയോ ഓവർ മസാല ഉള്ളതൊന്നും വേണ്ടാന്ന് തോന്നിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വെജ് ഹോട്ടലിലേക്ക് വന്നിട്ടുള്ളത്. അവിടുന്ന് നോർമൽ മീൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ അതല്ലാതെ വേറെയും ഈ വെജിറ്റബിൾ ബിരിയാണിയോ അങ്ങനെ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു വെജിറ്റബിൾസിൻ്റെ തന്നെ. പക്ഷേ നമ്മൾ ഈ ഒരു സാദാ ഊണാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചോറ് ഇതിലേക്ക് ഇടുന്ന സമയം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ തിരിഞ്ഞപ്പോതിന് അയാൾ രണ്ടാമതും ഇട്ടു. എനിക്കൊന്ന് മതിയേനു, അത് പറയണതിൻ്റെ മുന്നേ അയാൾ രണ്ട് കോരി ചോറിട്ട്. പക്ഷേ മീൽസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ ചോറ് ഫുള്ള് തിന്നിട്ടുണ്ട്. അത്രയൊന്നും ഞാൻ കഴിക്കലില്ല കേട്ടോ സാധാരണ, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല വിശന്നിക്കുന്ന സമയമായിരുന്നല്ലോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നേരെ SM സ്ട്രീറ്റിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ബീച്ചിൽ പോകണമെന്നൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് പ്ലാൻ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച്. പക്ഷേ മഴയും പിന്നെ സമയം ഉച്ചയായിട്ടുണ്ടല്ലോ, പിന്നെ അവിടെ പോയി തിരിച്ചെപ്പോഴാണ് വരിക അതൊന്നറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ പോയില്ല. എന്നാൽ പിന്നെ SM സ്ട്രീറ്റിൽ പോയി അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാമെന്ന് കരുതി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ മഴയും കൂടെ ഉള്ള സമയമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു. എന്നാലും അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. ഇവിടുന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല, വെറുതെ വന്നതാട്ടോ. എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുന്നതുണ്ടെങ്കിൽ വാങ്ങാം, അല്ലെങ്കിലൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഒരു 2 മിനിറ്റ് നടന്നപ്പോൾ അത്യാവശ്യം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മഴ കൊള്ളാതെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിന് അങ്ങോട്ട് കയറിയിരുന്നു. ഒരു പർദ്ദൻ്റെ ഷോപ്പിന് കേട്ടോ. അപ്പം ഉമ്മ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കുറേ ഷോളുണ്ട് കേട്ടോ ഓഫർ പ്രൈസിന് വെച്ചത്. അപ്പോൾ അതൊക്കെ വെറുതെ നോക്കുകയാണ്. ഒരു ഹിജാബിന് 100 രൂപ അത്രയേ ഉള്ളൂ. അധികം ഇങ്ങനെ ഓരോ ടൈപ്പ് പ്രിൻറ്റിലൊക്കെ വരുന്നതാണ്. പ്ലെയിനും ഉണ്ട്, പക്ഷേ കൂടുതലും പ്രിൻ്റുള്ള ടൈപ്പാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതേപോലെ കുറേ ടോപ്പ് ഉണ്ട് കേട്ടോ, അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിന്. അതിനും വലിയ റേറ്റ് ഒന്നുമില്ല, 250 അത്രയൊക്കെ റേറ്റ് ഉള്ളായിരുന്നു. ഇതിനൊക്കെ 250 ആണ് കേട്ടോ, ഈ ലോങ് ഷർട്ട് മോഡലും പിന്നെ ഷോർട്ട് ടോപ്സും അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ നോക്കണതിന് 390 ആണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര റേറ്റ് എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ ഭംഗിയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആ ഒരു പ്രൈസിന് വേർത്തായിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തിനായിട്ട് ചെരുപ്പ് ഇതേപോലെ 150 രൂപക്കും 100 രൂപക്കൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ ഷോപ്പാണോ എന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറേ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സാൻഡൽസിനൊക്കെ ഭയങ്കര റേറ്റ് കുറവിൽ കിട്ടുന്ന ഷോപ്പ്, അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ളതൊക്കെ. എനിക്ക് തോന്നുന്നത് ഇതന്നെയാണ്. ഈ ഷോപ്പിൻ്റെ പേരെന്തോ ചെറുപ്പക്കാരിയോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ചെറുപ്പക്കാരി തന്നെ തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ചെരുപ്പിനൊക്കെ 150 രൂപയേ ഉള്ളൂ കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഉണ്ട്. എനിക്ക് 150 രൂപക്ക് നല്ല വേർത്തായിട്ട് തോന്നി കേട്ടോ. ഇങ്ങനത്തെ വാങ്ങിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്താൽ മതി, അപ്പോൾ കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യും. നല്ല ഭംഗിയുള്ള കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അങ്ങനെ നോക്കിയിട്ടുള്ളൂ. ഈ ഒരു സമയത്തും നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഷോപ്പ് നിൽക്കുന്ന ഏരിയൻ്റെ പുറത്തേക്ക് പോകാൻ വയ്യ. അതുകൊണ്ട് ഇവിടെ ഉള്ളതൊക്കെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കണമെന്നുള്ളൂ. ഈ ടോപ്സിനൊക്കെ 250 ആണ്. ഇതിലും നല്ല രസമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ടൈപ്പ് തന്നെയാണ് എല്ലാം. പിന്നെ മഴയൊന്ന് കുറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ കടൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ, കാരണം ഈ SM സ്ട്രീറ്റിൽ നിങ്ങൾക്കറിയാലോ ഫുള്ള് എല്ലാ സൈഡിലും ഓരോ ഷോപ്പായിട്ടുണ്ടാവും. പിന്നെ മഴയും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വേഗം വേഗം ഓരോ കടയിൽ കയറി വെറുതെ നോക്കാമെന്നുള്ളൂ, പേരൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. ഇവിടെ ഈ ബാഗും കിറ്റും പിന്നെ റെയിൻ കോട്ട് ടിഫിൻ ബോക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു.
അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് ഏതെടുത്താലും 30 രൂപ എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട്. അത് നിങ്ങൾ കൂടുതൽ പേരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ ഇതിന് മുന്നേ ഇങ്ങോട്ട് SM സ്ട്രീറ്റിലേക്ക് വന്ന സമയത്തും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനൊരു കപ്പും ബൗളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നല്ല മഗ്ഗൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങാമെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട്. ഇതൊരു ചെറിയ ഷോപ്പാണ് കേട്ടോ, പക്ഷേ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതല്ലാണ്ട് സ്റ്റേഷനറി ഐറ്റംസും അതും ഉണ്ട്. അങ്ങനെ ആദ്യം ഈ സെറാമിക്കിൻ്റെ മഗ്ഗൊക്കെ കിട്ടുന്ന ആ സെക്ഷനിൽ വന്ന് നോക്കിയപ്പം എനിക്കെന്തോ അതിലുള്ള പ്രിൻ്റൊന്നും അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് പിന്നെ അവിടുന്ന് ആദ്യം നിന്ന് ഞാനൊന്നും വാങ്ങിയില്ല. പിന്നെ ബാക്കിയുള്ള ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനത്തെ ഈ സ്കെച്ച് പെൻസും ക്രയോൺസൊക്കെ ഉണ്ടല്ലോ, അതും ഉണ്ട് കേട്ടോ. അതിൽ ചിലതിൻ്റെയൊക്കെ പ്രൈസ് 40, 35 ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ 30 ഉള്ളൂ. അങ്ങനെ പിന്നെ ഈ ഗ്ലാസിൻ്റെ കപ്പ് വെക്കുന്ന ഒരു സെക്ഷൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കിയപ്പം അവിടെ നിന്ന് എനിക്കിത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കപ്പാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ചെറുതൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര ചെറിയ സൈസിലുള്ള കപ്പൊക്കെ. അതൊന്നും പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഈ ഗ്ലാസിൻ്റെ ജാറുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ്, അതും ഉണ്ടായിരുന്നു. അതൊന്നും പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് ആകെ ആ ഒരു കപ്പും പിന്നെ ഈ വെജിറ്റബിൾ ഗ്രേറ്റ് ചെയ്യണ ഗ്രേറ്ററുമാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്നൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഓട്ടോ കയറി സ്റ്റാൻഡിലേക്ക് വരിക കേട്ടോ ചെയ്ത്. അവിടുന്ന് സ്റ്റാൻഡിലെത്തിയിട്ട് പിന്നെ അങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല, നേരെ ബസ് കയറി വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ വീട്ടിലെത്താൻ മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ടയേർഡും ആയതുകൊണ്ട് വീട്ടിലെത്തിയിട്ടും ഞാൻ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ, ഇഷ്ടമാണോ എന്നുള്ളത് പറയണം കേട്ടോ. ആണെങ്കിൽ നമ്മൾ പിന്നെയും ഇങ്ങനെ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കാം. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ.